സോ അങ്ങനെയാണെങ്കി ഇപ്പൊ നമുക്ക് ഇപ്പൊ പഠിക്കാവുന്ന സമയത്ത് നമുക്ക് ശരിക്കും പഠിക്കുന്ന ഒരു ജോലി മാത്രമേ ഉള്ളൂ. ഉം, പക്ഷെ ഇൻ കേസ് നമുക്കൊരു ജോലിക്ക് പോകേണ്ട അവസ്ഥ വരികയാണ്. പക്ഷെ ഉം, അതിനോടൊപ്പം സിഎ ആസ്പയർ ചെയ്യണം എന്നൊരു ആഗ്രഹമുണ്ട്. ഉം. സോ അങ്ങനെയാണെങ്കിൽ അത് പോസിബിൾ ആണോ? നമുക്ക് ഇത്ര സമയം ഒരു ദിവസം പഠിക്കണം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? സി ഒരു വളരെ വാലിഡ് ക്വസ്റ്റ്യൻ ആണ്. അവർക്ക് പാസ്സാവാൻ കുറച്ചുകൂടെ എളുപ്പമാണ്. എന്താ കാര്യം എന്ന് വെച്ചാൽ CIAയുടെ എക്സാം പാറ്റേൺ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വാട്ട് ഈസ് CIA, വാട്ട് ഈസ് ദ റോൾ ഓഫ് ഇൻറ്റേർണൽ ഓഡിറ്റർ, അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ജന്മത്തെ ആൻറ്റിസിപ്പേറ്റ് ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ ആ ടൈപ്പ് ക്വസ്റ്റ്യൻ ആൻറ്റിസിപ്പേറ്റ് ചെയ്യാൻ പറ്റില്ല. ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ഒന്നുമില്ല. എല്ലാം ഒരു ഓർഗനൈസേഷനിൽ പ്രാക്ടിക്കലി ഒരാൾ ഒരു കാര്യം ചെയ്യുമ്പോൾ എന്തൊക്കെ ഫേസ് ചെയ്യുന്നുണ്ടോ അതിനെ ബേസ് ചെയ്തിട്ടാണ് എന്തുണ്ടാവുന്നത്, ക്വസ്റ്റ്യൻസ് ഉണ്ടാവുന്നത്. ക്വെഷൻസ്. സോ യു ഷുഡ് ഹാവ് എ പ്രാക്ടിക്കൽ ആപ്ലിക്കബിൾ മൈൻഡ് സെറ്റാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നിങ്ങളാണെങ്കിൽ എന്ത് ചെയ്യും, അതായിരിക്കണം നിങ്ങളുടെ സൊല്യൂഷൻ. അങ്ങനത്തെ ക്വസ്റ്റ്യൻസാണ് ഏറ്റവും കൂടുതലും കിട്ടുന്നത്. ഓക്കെ, ഒരു കമ്പനിയിൽ ഫൈനാൻസിലോ ഓഡിറ്റിലോ വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് എന്ത് സംഭവിക്കും, പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് കൂടി കൂടി പോകത്തില്ലേ? കൂടുതലായിരിക്കും. സോ അവർക്കിത് പാസ്സാവാനുള്ള പോസിബിലിറ്റിയും കൂടുതലല്ലേ? യെസ് അതെ. ആർ നോ? യെസ്. നൗ